ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സരൽ സാർ ഒരു വലിയ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രക്ടോസ് ഒരു വില്ലനാണോ? ഗ്ലൂക്കോസ് വില്ലനാന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പഞ്ചസാരയൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഫ്രക്ടോസ് വില്ലനാണോ എന്നൊരു വലിയ ചോദ്യമായി ഇപ്പോൾ അല്ലേ? തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് എന്താണ് ഫ്രക്ടോസ് എന്ന് പറഞ്ഞ പഴവുമായി ബന്ധപ്പെട്ട പഴങ്ങളിലുള്ള ഗ്ലൂക്കോസ് ആണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊരു വില്ലനാണോ? തീർച്ചയായിട്ടും അതൊരു വലിയ ചോദ്യമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു നമ്മൾ ലോക ആരോഗ്യ ദിനമൊക്കെ ആഘോഷിച്ചത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഉയർന്ന ചിന്തയുമായി മുന്നോട്ട് പോകാം. നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം സൽസാറിനെയും. സൽസാർ, യുവർ വെൽക്കം. താങ്ക് യു സൗ സർ. ഗുഡ് ഈവനിങ് ഓൾ. വലിയ വലിയ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് തന്നെ തുടങ്ങുന്നില്ലേ? ആക്ച്വൽ വില്ലൻ എന്ന് പറയുമ്പോൾ ഈ എന്തിനുള്ള വില്ലൻ എന്നുള്ളത് അവിടെ ഞാൻ സൂചിപ്പിച്ചിട്ടില്ല. പക്ഷെ എന്നിട്ടും ആൾക്കാരുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ചിന്തകൾ വന്നിട്ടുണ്ടാവുമല്ലോ. ജസ്റ്റ് അതൊന്ന് സൂചിപ്പിക്കാവോ, എന്തിനുള്ള വില്ലനാണെന്ന്? ആരെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഇപ്പോ സിനിമ തുടങ്ങിയിട്ടില്ല. സിനിമയ്ക്ക് തുടങ്ങുന്നതിന് മുന്നേ വില്ലനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള വില്ലൻ, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള വില്ലൻ എന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഒന്ന് അഡ്മിറ്റ് ചെയ്യൂ. ഇൻക്രീസ് ചെയ്യാനുള്ളതാണോ സാറേ? മനസ്സിലായില്ല. ഷുഗർ ഇൻക്രീസ് ചെയ്യാനുള്ള വില്ലനാണോ എന്നാണ് ഉദ്ദേശിക്കുന്നത്? ഡയബറ്റീസ്. ഓക്കെ. മറ്റ് വേറെ എന്തെങ്കിലും മനസ്സിലേക്ക് വരുന്നുണ്ടോ? ഇല്ല. എന്നാ പിന്നെ നമുക്ക് സിനിമ കണ്ടിട്ട് തന്നെ കാണാം. ഓക്കെ, ഞാൻ ഒന്ന് സ്ലൈഡിലേക്ക് പോവാം. ഒരു സെക്കൻഡ്. സ്ലൈഡ് കാണാലോ അല്ലേ? കാണാം. ഓക്കെ. ഒരു സെക്കൻഡ്. ഓക്കെ, സോ ഫ്രക്ടോസ് ഇവനാണോ വില്ലൻ എന്ന ചോദ്യം ഇവിടെയുണ്ട്. ഇത് നിങ്ങൾ ഈ സിനിമ കഴിയുമ്പോഴേക്ക് ഏകദേശമൊക്കെ ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും ഇത് എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യത്തിന്റെ പ്രസക്തി എന്താണ്. ഒരു കഥയും ഇല്ലാതെ വെറുതെ ഒരു വില്ലനെ ഞാൻ കൊണ്ടുവന്ന് വെച്ചതാണോ എന്നുള്ള ഒരു സംശയം അപ്പോഴേക്ക് മാറി കിട്ടുമായിരിക്കും. ഓക്കെ, സോ എന്താണ് സാധാരണഗതിയിൽ ഫ്രക്ടോസ് എന്ന് പറയുന്നത്? പലതരത്തിലുള്ള ഓസും എയ്സും ഒക്കെ നമ്മൾ ഒരുപക്ഷെ സയൻസിൽ മുമ്പ് കാലത്ത് പഠിച്ചിട്ടുണ്ടാവും. അമിലേസ്, പെപ്റ്റിൻ, അമിലേസ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള എൻസൈമുകളെയും ഗ്ലൂക്കോസ് പോലെയുള്ള ഷുഗറുകളെയും ഒക്കെ നമ്മൾ ഒരുപക്ഷെ പഴയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. നോർമലി സിമ്പിൾ ഷുഗർ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എടുത്തു കഴിഞ്ഞാൽ, ആ ഡീകോഡിങ്ങിലേക്ക് പോകുമ്പോൾ കാർബോഹൈഡ്രേറ്റുകളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് പൊതുവെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോർമിലേക്ക് വരുമ്പോൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇതാണ് ഉണ്ടാവുന്നത്. അത് തന്നെ C6H12O6 എന്ന് പറയുന്ന ഫോമിലേക്ക് വരുമ്പോൾ ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോം. എല്ലാ തരത്തിലുള്ള മധുരങ്ങളും അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ C6H12O6 അതേപോലെ തന്നെ ഞാൻ ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ഷുഗറിൽ ഗ്ലൂക്കോസ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രക്ടോസ് ഉണ്ട്, അതുപോലെ തന്നെ ഗാലക്ടോസ് ഉണ്ട്. ഇതിപ്പോ നമുക്ക് തോന്നാം ഈ C6H12O6 എന്ന് പറയുന്നത് ഇതിന്റെ കെമിക്കൽ ഫോർമുലയാണെങ്കിൽ ഇത് മൂന്നും തമ്മിൽ എന്താ വ്യത്യാസം അല്ലെ? ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. മുമ്പ് കാലത്ത് ഒരുപക്ഷെ നമ്മൾ ഇംഗ്ലീഷിന്റെ ഫ്രേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരിക്കാറുള്ള ഒരു സെന്റൻസ് ആണ് ഹാങ് ഹിം നോട്ട് ലെറ്റ് ഹിം ഗോ. ഹാങ് ഹിം കഴിഞ്ഞിട്ട് ഒരു കോമ ഇട്ടു, നോട്ട് ലെറ്റ് ഹിം ഗോ. ഇതാണ് ജഡ്ജി എഴുതിയതെങ്കിലും ഇത് ജയിലർ വായിക്കുമ്പോൾ ഒരു കോമ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ എന്താവും? ഹാങ് ഹിം നോട്ട് ലെറ്റ് ഹിം ഗോ. അയാളെ തൂക്കണ്ട, വെറുതെ വിട്ടാൽ മതി. ആദ്യത്തതിൽ ജഡ്ജി പറഞ്ഞത് ഒരുപക്ഷെ തൂക്കി കൊല്ലൂ, അയാളെ പോകാൻ അനുവദിക്കരുത് എന്നായിരുന്നെങ്കിൽ നേരെ തിരിച്ചുള്ള ഒരു റിസൾട്ടാണ് അവിടെ വന്നത്. ഒരു കോമയ്ക്ക് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, നമുക്കത് ഇംഗ്ലീഷിൽ തന്നെ വേറൊരു വേർഡ് എടുത്തു കഴിഞ്ഞാൽ TEA എന്ന് പറയുന്നത് ചായക്ക് നമ്മൾ പറയുന്നതാണ്. അതേസമയത്ത് EAT ഈറ്റ് എന്ന് പറയുന്നത് നമ്മൾ തിന്നുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിക്ക് പറയുന്നതാണ്. ആദ്യത്തത് ഒരു നൗണായിരുന്നു, ഇപ്പോഴത് ഒരു പ്രവൃത്തിയായി. ഇത് തന്നെ മലയാളത്തിൽ
മാനം എന്നും നാമം എന്നുമുള്ള 2 അക്ഷരങ്ങൾ മാത്രമുള്ള ഒരു വാക്ക് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? രണ്ടിന്റെയും അർത്ഥത്തിൽ ഒത്തിരി വ്യത്യാസം വന്നില്ലേ? ഒരു കെമിക്കൽ സ്ട്രക്ചറിൽ വ്യത്യാസം വരുമ്പോൾ ഉണ്ടാവുന്ന വലിയ അന്തരങ്ങൾ, വ്യത്യാസങ്ങൾ ഒക്കെ ഈ ഒരു ഗ്ലൂക്കോസിനും ഫ്രക്ടോസിനും ഗാലക്ടോസിനും ഉണ്ട്. അത് പൂർണ്ണമായിട്ടും നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ നിന്ന് അങ്ങോട്ട് പറയുന്ന കഥ നമുക്ക് മനസ്സിലാവുള്ളൂ. സോ എന്താണ് ഗ്ലൂക്കോസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ സ്ട്രക്ചറൽ വ്യത്യാസം ഞാൻ ജസ്റ്റ് ഒരു ചെറിയ സ്ലൈഡിൽ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ കെമിസ്ട്രിയിലേക്ക് ഇനി ഞാൻ പോകുന്നില്ല, അത് ഇവിടെ വെച്ച് തീരും. 4 കാർബൺ ആറ്റംസ് ഒരു സൈഡിലുണ്ട്, അതേസമയത്ത് 2 കാർബൺ ആറ്റമാണ് മറ്റേ സൈഡിലുള്ളത്. ഇതാണ് നോൺ സിമെട്രിക്കൽ ആയിട്ടുള്ള നമ്മുടെ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അതേ സമയത്ത് ഒരു കണ്ണാടി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് സിമെട്രിക്കൽ ആണെന്ന് പറയാം. ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ടോ അത് തന്നെയാണ് റൈറ്റ് സൈഡിലും വരുന്നത്. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഫ്രക്ടോസിന്റെയും ഗ്ലൂക്കോസിന്റെയും നമ്മുടെ ശരീരത്തിനകത്തുള്ള മെറ്റബോളിസം വേറെ വേറെ രീതിയിലാണ്. ഇത് എവിടെയാണ് നമുക്ക് ഈ ഫ്രക്ടോസ് കാണാൻ പറ്റുക? സാധാരണഗതിയിൽ ഫ്രൂട്ട്സിൽ ഉണ്ടാവും, പഴങ്ങളിലെല്ലാം ഉണ്ടാവും. ശരിക്കും പഴത്തിന്റെ ഷുഗർ, ഫ്രൂട്ട് ഷുഗർ എന്ന് പറയുന്ന രീതിയിലാണ് നമുക്ക് ഇതിനെടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രൈ ഫ്രൂട്ട്സിലും ഉണ്ടാവും. ഡ്രൈ ഫ്രൂട്ട്സ് പൊതുവെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഫ്രൂട്ട്സ് തന്നെ അതിനകത്തു നിന്നുള്ള വെള്ളം കളഞ്ഞിട്ട്, അതൊരു പക്ഷെ ഉണക്കിയിട്ടാവാം, അല്ലെങ്കിൽ മറ്റ് ആർട്ടിഫിഷ്യൽ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാവാം, അതിൽ നിന്ന് വെള്ളം കളഞ്ഞിട്ട് പിന്നെ അവശേഷിക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സ്. അത് കമേഴ്ഷ്യലൈസേഷനിൽ വരുന്ന സമയത്ത് അതിനകത്ത് ചിലപ്പോഴൊക്കെ മറ്റ് ആഡഡ് ഷുഗർ, പഞ്ചസാരകൾ ചേർത്തിട്ടും അതിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ ഫ്രൂട്ട്സിലും ഉണ്ടാവും, ഡ്രൈ ഫ്രൂട്ട്സിലും ഉണ്ടാവും. ഡ്രൈ ഫ്രൂട്ട്സിലുള്ള ഷുഗറിന്റെ അളവ് ഒരു പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ കുറച്ച് കൂടുതലാണെന്ന് വേണം പറയാൻ. സാധാരണഗതിയിൽ ടേബിൾ ഷുഗർ, നമ്മുടെ പഞ്ചസാരയില് 50% ഗ്ലൂക്കോസും 50% ഫ്രക്ടോസും ആണുള്ളത്. അതാണ് സൂക്രോസ് എന്ന് പറയുന്ന പേരിൽ ടേബിൾ ഷുഗർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് ജാഗറി ആണെങ്കിലും ശർക്കര, അതുപോലെ തന്നെ മറ്റ് ഷുഗറിന്റെ കൽക്കണ്ടം പോലെയുള്ള സാധനങ്ങളൊക്കെ വരുന്നത് ഇതേ ഷുഗറിന്റെ അളവിൽ തന്നെയാണ്. ഓക്കെ, അത് കൂടാതെ നമുക്ക് പൊതുവെ നല്ലതാണെന്ന് അറിയപ്പെടുന്ന ഒരു സാധനമാണ് തേൻ, അല്ലെ? ഈ തേനിനകത്തും ഓൾമോസ്റ്റ് 40% വരെ ഫ്രക്ടോസും 30% വരെ ഗ്ലൂക്കോസും ആണ് ഉള്ളത്. സോ ഓരോന്നിന്റെയും കമ്പാരിസൺ വെച്ചിട്ട് ഞാൻ പറയുകയല്ല, ഇവിടെ ഇതിലൊക്കെ നമുക്ക് ഫ്രക്ടോസ് കാണാൻ പറ്റും എന്നുള്ളതാണ് സത്യം. ഓക്കെ, ഇതിൽ ഫ്രൂട്ട്സിന്റെ പഴുപ്പിനനുസരിച്ചിട്ട് ഫ്രക്ടോസിന്റെ അളവിൽ വ്യത്യാസം വരുന്നില്ലെങ്കിലും അതിനകത്ത് റെസിസ്റ്റന്റ് സ്റ്റാർച്ച് കൂടി ഉൾപ്പെടുന്നത് കൊണ്ട് അത് നമ്മുടെ ശരീരത്തിന് കുറച്ച് പതുക്കെ മെറ്റബോളിസം നടക്കുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ ആഗിരണം നടക്കുള്ളൂ എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. അപ്പൊ ഇതില് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രക്ടോസും ഗ്ലൂക്കോസും നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്, അതെങ്ങനെയാണ് എനർജി തരുന്നത്? ഗ്ലൂക്കോസ് സാധാരണഗതിയിൽ നമ്മുടെ ഭക്ഷണത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് നിന്ന് ഗ്ലൂക്കോസ് നേരിട്ട് ബ്ലഡിലേക്ക് എത്തുന്നു. ബ്ലഡിൽ അത് ഇൻസുലിനുമായിട്ട്, ഹോർമോൺ ആണ്, പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിനുമായിട്ട് ചേർന്നിട്ട് അത് കോശങ്ങൾക്ക് അകത്തേക്ക് എത്തുകയും ഈ കോശങ്ങൾക്ക് വേണ്ട ഊർജം നൽകുകയും ചെയ്യുന്നു. ഓക്കെ, ഇതാണ് വളരെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മസിലുകൾക്കും മറ്റ് ഭാഗങ്ങൾക്കും ഒക്കെ പെട്ടെന്ന് തന്നെ എനർജി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒന്ന് ക്ഷീണം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഒരല്പം പഞ്ചസാരയോ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഗ്ലൂക്കോസോ നമ്മുടെ നാവിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ എനർജിയിലുള്ള വ്യത്യാസം അറിയാൻ പറ്റും. ഓക്കെ, അതേ സമയത്ത് ഫ്രക്ടോസിന്റെ മെറ്റബോളിസം എങ്ങനെയാണ് നടക്കുന്നത്? ഫ്രക്ടോസ് സാധാരണഗതിയിൽ നമ്മൾ കഴിക്കുന്ന ഫ്രക്ടോസ് നമ്മുടെ ചെറുകുടലിലേക്ക് എത്തുന്നു. ചെറുകുടലിൽ വെച്ച് അത് ആഗിരണം ചെയ്യപ്പെടുന്നു. ഇതിന്റെ ആഗിരണം മാക്സിമം നടക്കുന്നത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഈക്വൽ കോൺസെൻട്രേഷനിലുള്ള സമയത്താണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 50-50 ഗ്ലൂക്കോസും ഫ്രക്ടോസും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഫ്രക്ടോസിന്റെ ആഗിരണം അവിടെ നടക്കുന്നു. ഓക്കെ, ഇത് ആഗിരണം നടന്നിട്ട് എന്ത് ചെയ്യും? അത് വെറുതെ ബ്ലഡിൽ നേരത്തെ ഇൻസുലിനും ഷുഗറും കൂടി കറങ്ങി നടക്കുന്നതുമാതിരി എല്ലാ ശരീരത്തിലെ കോശങ്ങളിലേക്കും ഫ്രക്ടോസ് എത്തുന്നില്ല. ഫ്രക്ടോസ് നേരിട്ട് ബ്ലഡിൽ ചേർന്ന് നേരെ അത് എത്തുന്നത് ലിവറിലേക്കാണ്. ഈ ലിവറിൽ നിന്ന് ഇതിനെ വേണ്ട രീതിയിലേക്ക് ചേഞ്ച് ചെയ്യും. അതിന് ചേഞ്ച് ചെയ്യാൻ ഏറ്റവും ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഗ്ലൈക്കോജൻ ഫോമിലേക്ക് മാറ്റും. ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഷുഗർ അല്ലെങ്കിൽ നമ്മുടെ ഗ്ലൂക്കോസും ഫ്രക്ടോസും സ്റ്റോർഡ് ഫോമിലേക്ക് മാറുന്ന അതിനെയാണ് ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. ഈ ഗ്ലൈക്കോജനെ
തിരിച്ച് ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഷുഗറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. സോ നേരിട്ട് ഷുഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്ലഡ് ഷുഗർ നേരിട്ട് ഗ്ലൂക്കോസിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് ഈ ഗ്ലൈക്കോജന്റെ സഹായത്തോട് കൂടിയിട്ടാണ്. സോറി, ഗ്ലൂക്കോഗോണിന്റെ സഹായത്തോട് കൂടിയിട്ട് പാൻക്രിയാസ് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു ഹോർമോണായ ഗ്ലൂക്കോഗോണിന്റെ സഹായത്തോട് കൂടിയിട്ട് ഗ്ലൂക്കോസിലേക്ക് കൺവേർട്ട് ചെയ്ത് ബ്ലഡ് ഷുഗർ ആയിട്ടോ അല്ലെങ്കിൽ ബ്ലഡിന്റെ എനർജിക്ക് വേണ്ടിയിട്ടുള്ള, ശരീരത്തിന്റെ എനർജിക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ ആയിട്ടോ കൺവേർട്ട് ചെയ്യുന്നു. ഇതാണ് ഫ്രക്ടോസിന്റെ കൺവേർഷനിലുള്ള ഒരു ചെറിയ വ്യത്യാസം. സോ നമ്മൾ കൂടുതൽ ഫ്രക്ടോസ് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന്റെ മുഴുവനായിട്ടും ലിവറിലേക്ക് എത്തിയിട്ട് ലിവറിൽ നിന്ന് അത് ഗ്ലൈക്കോജൻ ഫോമിലേക്ക് മാറും. ഈ ഗ്ലൈക്കോജന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ശരീരത്തിൽ സ്റ്റോർ ചെയ്യാൻ കൊണ്ടുപോകണം. എങ്ങോട്ടാ കൊണ്ടുപോവാ? അല്ലെങ്കിൽ എങ്ങനെയാ കൊണ്ടുപോവാ? അത് ഫാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. ഈ ഫാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നതിന് ട്രൈഗ്ലിസറൈഡ് ഫോമിലേക്ക് മാറണം. ഈ 3 ഗ്ലിസറൈഡ് മോളിക്യൂള് അതിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ വേണ്ടിവരും. ഈ ലിപ്പോപ്രോട്ടീനും VLDL-ഉം ട്രൈഗ്ലിസറൈഡും കൂടിയിട്ട് ട്രാവൽ ചെയ്ത് പല സ്ഥലങ്ങളിൽ ശരീരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. ഇതാണ് സാധാരണഗതിയിൽ ഫാറ്റുമായിട്ട് അല്ലെങ്കിൽ കൊഴുപ്പുമായിട്ടും ഫ്രക്ടോസുമായിട്ടുള്ള ഒരു റിലേഷൻ വരുന്നത്. ഓക്കെ, ഇവിടെ സപ്പോസ് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ചെറുകുടലിൽ വെച്ച് ഇത് പൂർണ്ണമായിട്ടും ദഹിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് നമ്മുടെ വൻകുടലിലേക്ക് എത്തും. വൻകുടലിൽ എത്തുമ്പോൾ അവിടെ വെച്ച് ഇത് ഫെർമെന്റ് ചെയ്യപ്പെടും. ഫെർമെന്റേഷൻ പ്രോസസ്സ് സാധാരണഗതിയിൽ നമുക്കറിയാലോ, പുളിപ്പിക്കുന്ന. ഈ പുളിപ്പിക്കൽ പ്രോസസ്സിൽ പലതരത്തിലുള്ള വാതകങ്ങൾ ഉണ്ടാവും. ഈ വാതകങ്ങൾ ഒരു പക്ഷേ നമ്മുടെ ശരീരത്തിൽ, പ്രത്യേകിച്ചും നമ്മുടെ മോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ഗാസ്ട്രിക് ഇഷ്യൂസോ അതല്ലെങ്കിൽ IBS പോലുള്ള ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം പോലെയുള്ള ലക്ഷണങ്ങളോ ഉണ്ടാക്കിയേക്കാം. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ചില വാതകങ്ങളൊക്കെ നമ്മുടെ ബ്ലഡിൽ കൂടി ശ്വാസകോശത്തിൽ എത്തുകയും ശ്വാസകോശത്തിൽ നിന്ന് അത് ലങ്സിൽ, നമ്മുടെ ഉച്ഛ്വാസവായുവിൽ കൂടെ പുറത്തേക്ക് പോകപ്പെടുകയും ചെയ്യും. ഓക്കെ, സോ ഇതാണ് നോർമലി ഇതിന്റെ മെറ്റബോളിസമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ഓക്കെ, സോ എവിടെയാണ് നമുക്ക് ഈ ഫ്രക്ടോസ് കാണാൻ പറ്റുക? അല്ലെങ്കിൽ ഇന്നിപ്പോഴും ഈ മെറ്റബോളിസമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്രമാത്രം പ്രശ്നങ്ങൾ പറയാൻ എന്താ കാരണം? അതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഹിഡൻ ഷുഗർ ആണ്. മുമ്പ് കാലത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഷുഗറിന്റെ അളവല്ല ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഷുഗറിന്റെ അളവ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നാം. കാരണം എന്താ? നമ്മൾ ഇന്ന് രുചിക്കനുസരിച്ചിട്ടാണ് നമ്മൾ കൂടുതലും ഭക്ഷണം കഴിക്കുന്നത്, അല്ലെ? അല്ലാതെ നമ്മൾ ക്വാളിറ്റി മാത്രം നോക്കിയിട്ടല്ലല്ലോ. ഈ രുചിക്കനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഹിഡൻ ഷുഗറിന് അവിടെ വലിയ പ്രസക്തിയുണ്ട്. എല്ലാ സാധനങ്ങളും ഒരല്പം മധുരം ചേർത്തിട്ട്, ഈവൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള കറികളിൽ പോലും ഷുഗർ യൂസ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൂടാതെ കൊക്കോകോള പോലെയുള്ള ഐറ്റംസോ കേക്കോ ഐസ്ക്രീമോ ഇതിലൊക്കെ നമുക്ക് ഈ ഹിഡൻ ഷുഗർ കാണാൻ പറ്റും. ഹിഡൻ ഷുഗർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ, നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന ഹൈ കലോറി ആയിട്ടുള്ള ഭക്ഷണം. ഓക്കെ, ഇതിൽ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് എന്ന ഒരു ഭാഗമാണ് പ്രധാനപ്പെട്ട ഒന്ന്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സ്വീറ്റ് ആയിട്ടുള്ള, ഫ്രക്ടോസ് എന്ന് പറയുന്ന സാധനം സ്വീറ്റ്നെസ് വളരെ കൂടുതലാണ്, അതിന് മധുരം വളരെ കൂടുതലാണ്. ഇതാണ് ഇത്രമാത്രം കമേഴ്ഷ്യലായിട്ട് ഈ ഒരു സാധനം ഉപയോഗിക്കാനും കാരണം. സാധാരണ ഷുഗറിനെ അപേക്ഷിച്ച് നമുക്ക് ചെറിയ പൈസയ്ക്ക് കൂടുതൽ മധുരം ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട റീസൺ. രണ്ടാമത്തത്, കോൺ സിറപ്പ് അല്ലെങ്കിൽ കോൺ പോലെയുള്ള, ചോളം പോലെയുള്ള സാധനങ്ങളിൽ നിന്ന് നമുക്കൊരു എൻസൈമിന്റെ സഹായത്തോട് കൂടിയിട്ട് ഇതിനെ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പിലേക്ക് മാറ്റാൻ പറ്റും. ആക്ച്വലി അത് ഫ്രക്ടോസ് അല്ല, പക്ഷേ സ്റ്റാർച്ചിന്റെ ആ രൂപത്തിൽ നിന്ന് അതിനെ മറ്റൊരു രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് ഫ്രക്ടോസ് ആക്കി മാറ്റുമ്പോൾ അവിടെ അതിന് മധുരം കൂടുതലുണ്ട് താനും, എന്നാൽ ചെലവ് അത്രയും വരുന്നുമില്ല. ഈ ഫ്രക്ടോസ് പെട്ടെന്ന് തന്നെ ശരീരത്തിൽ അബ്സോർബ് ആവുന്നുണ്ട്. അതുകൂടാതെ ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ അത് മനസ്സിൽ പിടിക്കുകയും ചെയ്യും. ഇതാണ് ഇതിന്റെ ഒരു കാരണം. സോ എവിടെയൊക്കെയാണ് നമുക്ക് ഈ സാധനങ്ങൾ കാണാൻ പറ്റുക? ഷുഗർ സാധാരണഗതിയിൽ കാണുന്നത് ഐസ്ക്രീം, അതുപോലെ തന്നെ കാൻഡി, പലതരത്തിലുള്ള കാൻഡീസ് ഉണ്ട്, പേസ്ട്രി ഉണ്ട്, കുക്കീസ് ഉണ്ട്, സോഡ വെറൈറ്റീസ്, കാൻഡ് ഫ്രൂട്ട്, അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ്, ഇതുപോലെയുള്ള സാധനങ്ങളിലൊക്കെ നമുക്ക് നോർമലി ഷുഗർ കാണാൻ പറ്റും. എന്നാൽ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് പ്രധാനമായിട്ട് ലിക്വിഡ് ബെവറേജസിലാണ് ഉണ്ടാവുക. ലിക്വിഡ് ബെവറേജസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻക്ലൂഡിങ് ആൽക്കഹോൾ, സോഡ,
അതുപോലെ തന്നെ സ്പ്രൈറ്റ് പോലെയുള്ള മറ്റു വെറൈറ്റികൾ, അതുപോലെ തന്നെ കുക്കീസ്, പലതരത്തിലുള്ള ബ്രെഡ് വെറൈറ്റീസ്, കാൻഡി, ഐസ്ക്രീംസ്, ഇതിലൊക്കെ നമുക്ക് ഈ ഒരു സാധനം, ഈവൻ പലതരത്തിലുള്ള സിറിയൽ ബാറുകളിലും കെച്ചപ്പുകളിലും ഒക്കെ ഈ കോൺ സിറപ്പുകൾ ഉണ്ടാവാറുണ്ട്. സോ ഇതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ ഇത് മനസ്സിലാക്കാൻ പറ്റും നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് നോക്കണം. മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പല സാധനങ്ങളുടെയും ഇൻഗ്രീഡിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 3 എണ്ണത്തിൽ ഷുഗർ എന്ന് പറയുന്ന ഒരു സാധനം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സാധനം നമുക്ക് ഒഴിവാക്കേണ്ടതാണെന്ന് മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിവേ, ഇപ്പൊ അതിലേക്ക് പോകുന്നില്ല. പകരം ഈ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് ഒന്ന് നോക്കാം. അഗൈവ് സിറപ്പ്, ഡേറ്റ് സിറപ്പ്, ബീറ്റ് ഷുഗർ, ബ്രൗൺ ഷുഗർ, ബട്ടേർഡ് സിറപ്പ്, അതുപോലെ തന്നെ കാരാമൽ ഷുഗർ, കോക്കനട്ട് ഷുഗർ, കൺഫെക്ഷണറി അല്ലെങ്കിൽ പൗഡർഡ് ഷുഗർ, ഇങ്ങനെ തുടങ്ങിയിട്ട് പല ഐറ്റംസിൽ പല പേരുകളിലാണ് ഇപ്പോഴ് ഷുഗർ വരുന്നത്. അതിൽ പ്രധാനമായിട്ടും ഫ്രക്ടോസ് അടങ്ങിയതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കത് ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ലൈഡ് ഒരുപക്ഷെ നിങ്ങൾ നോക്കിയാൽ മതി. ന്യൂട്രീഷൻ ഫാക്റ്റും ഇൻഗ്രീഡിയന്റ് ലിസ്റ്റും. അതില് ഷുഗറും മൊളാസസും അതുപോലെ തന്നെ ഫ്രക്ടോസും ബ്രൗൺ ഷുഗർ സിറപ്പും ഹണി തുടങ്ങിയ സാധനങ്ങളൊക്കെ വരുന്നത് നമുക്ക് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺ മീലാണ്. എന്നാൽ കോൺ ഉള്ളതിനേക്കാൾ അല്ലെങ്കിൽ അത്ര തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ ഷുഗറും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് 3ാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് ഇവിടെ ഷുഗർ വരുന്നത്. കലോറി വാല്യൂസ് നോക്കുമ്പോഴും നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. ടോട്ടൽ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് ഇവിടെ 41 ഗ്രാം ആയിരുന്നെങ്കിൽ അതിൽ തന്നെ ആഡഡ് ഷുഗർ 82% ആണ്. സോ നമ്മൾ എങ്ങനെയാണ് അറിയാതെ ഒരു പക്ഷേ ഇത്രമാത്രം ഷുഗർ കഴിക്കുന്നതെന്ന് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഷുഗർ എന്ന് ഉദ്ദേശിച്ചത് പൂർണ്ണമായിട്ടും പലതരത്തിലുള്ള മധുരങ്ങൾ മാത്രമായിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് ഫ്രക്ടോസിന്റെ ആധിക്യം കൊണ്ടാണ് ഈ ഒരു മധുരം വരുന്നത് എന്ന് കൂടി മനസ്സിലാക്കാനാണ്. ഓക്കെ, സോ നമുക്ക് ഇതുകൊണ്ടുള്ള എഫക്റ്റ് എന്താണ്? ഒരേ കലോറിയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോഴും അതിനകത്ത് നിന്ന് നമുക്ക് ശരീരത്തിനകത്ത് കിട്ടുന്ന എസെൻഷ്യൽ ന്യൂട്രിയൻസിന്റെ അളവിലുള്ള വ്യത്യാസമാണ്. ഇവിടെ ഈ ഒരു സ്നിക്കേഴ്സും ഡൗണട്ടും ആവുമ്പോഴേക്ക് തന്നെ നമുക്ക് മേ ബി ഒരു 600 കലോറി ആയിട്ടുണ്ടെങ്കിൽ അതേ 600 കലോറി നമുക്ക് ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള വെജിറ്റബിൾസും പനീറും ഫിഷും ഒക്കെ വേണ്ടി വന്നു. സോ നമ്മള് പ്രോസസ്ഡ് ഫുഡിലേക്ക് പോകുന്നതിന് പകരം ഒരു പക്ഷേ ഈ ഒരു സ്ലൈഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, നോർമൽ ഹോൾ ആയിട്ടുള്ള അൺപ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് കലോറീസിന്റെ അളവിന് ഒന്നിച്ച് തന്നെ വേണ്ടത്ര അളവിലുള്ള ന്യൂട്രിയൻസും കിട്ടുന്നുണ്ടാവും, പോഷകങ്ങളും കിട്ടുന്നുണ്ടാവും. സോ അതും ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപക്ഷെ 400 കലോറി ഓയിൽ എങ്ങനെയാണ്, 400 കലോറി ചിക്കൻ എത്രയുണ്ടാവും, അതുപോലെ തന്നെ 400 കലോറി വെജിറ്റബിൾസ് എത്രയുണ്ടാവും. ഇതിന്റെ ഒന്നിച്ച് നമ്മളിവിടെ ഷുഗർ മാത്രമാണ് ആഡ് ചെയ്യുന്നതെങ്കിലോ അതിന്റെ അളവിൽ ഒത്തിരി വ്യത്യാസം വരും. സോ നോർമലി എംറ്റി കലോറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പോലും നമ്മുടെ സ്റ്റൊമക്ക് എംറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ സാഷിയേഷൻ, നമ്മുടെ വിശപ്പ് മാറുന്നില്ല, പിന്നെയും നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്ന ഒരു ഫീലിംഗിലേക്ക് എത്തുമ്പോഴാണ് ഇതിനൊരു പക്ഷെ നമുക്ക് എംറ്റി കലോറി എന്ന് പറയാൻ പറ്റുക. സോ എന്താണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1950-കളിൽ 1500-കളിൽ ഏതാണ്ട് ഒരു 500 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന ഒരു സ്വിസ് ജർമ്മൻ ഫിസിഷ്യൻ, അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കോട്ട് ഇവിടെ പ്രസക്തമാണ്. All the substances are poisons. There is none that is not a poison. The right dose differentiates a poison and a remedy. ഒരു വിഷം ആകുന്നത് അതിന്റെ അളവിനനുസരിച്ച് കൂടിയാണ്. സോ നമ്മൾ അധികമായിട്ട് എന്ത് കഴിച്ചു കഴിഞ്ഞാലും അത് നമ്മുടെ ശരീരത്തിന് ഒരു പക്ഷേ വേണ്ട രീതിയിലുള്ള റെമഡി അല്ലെങ്കിൽ ക്യൂർ അല്ല തരുന്നത്. അവിടെ അത് പോയിസൺ ആയിട്ട് വർക്ക് ചെയ്യാണ് ചെയ്യുന്നത്, ടോക്സിൻസ് ആയിട്ട് വർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ ഈ വേർഡ്സ് കടമെടുത്തു കഴിഞ്ഞാൽ ഇൻ സഫിഷ്യന്റ്ലി ലാർജ് എമൗണ്ട്സ് എനി ഫോം ഓഫ് ഷുഗർ ഈസ് ടോക്സിൻ. നമ്മൾ എന്ത് തരത്തിലുള്ള ഷുഗറും കഴിച്ചാൽ അത് അളവിൽ കൂടുതലാണെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് അത് ടോക്സിന്റെ ഗുണം ചെയ്യും, അല്ലെങ്കിൽ ടോക്സിന്റെ ദോഷം ചെയ്യും എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ, അല്ലേ?
ഇവിടെ എങ്ങനെയാണ് ഫ്രക്ടോസ് നമ്മുടെ ശരീരത്തിനകത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതും കൂടി മനസ്സിലാക്കാം. സോ ഫ്രക്ടോസ് നമ്മുടെ ശരീരത്തിനകത്ത് ഡയറക്ട്ലി ലിവറിലേക്ക് പോകും എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ ലിവറിനകത്തേക്ക് പോകുന്നത് എക്സസ് ലിവർ ഫാറ്റ് ഉണ്ടാവുകയും അല്ലെങ്കിൽ ഗ്ലൈക്കോജൻ സ്റ്റോർസ് ഫുൾ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഫാറ്റ് ഡെപ്പോസിറ്റിനുള്ള ചാൻസ് കൊടുക്കുകയും ഇത് ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നു ശരീരത്തിൽ. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ റിയാക്ഷൻ ആയിട്ട് മെറ്റബോളിക് സിൻഡ്രോമിലെ 5 ഫാക്ടേഴ്സും ശരീരത്തിനുണ്ടാവാം. ഈ പ്രധാനപ്പെട്ട 5 ഫാക്ടേഴ്സ് മെറ്റബോളിക് സിൻഡ്രോം നമ്മൾ കഴിഞ്ഞ സെഷനിൽ എടുത്തിട്ടുണ്ടായിരുന്നു. സോ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. ബട്ട് ബിപിയിലുള്ള വേരിയേഷൻ ഉണ്ടാവാം. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് ഷുഗർ എക്സസ് ആയിട്ട് ബ്ലഡ് ഷുഗർ ഉണ്ടാവാം. അപ്പോൾ ഡയബറ്റീസ് എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് എത്തും. അതുപോലെ തന്നെ ഫാറ്റി ലിവർ എന്ന് പറയുന്ന പ്രോബ്ലം ഉണ്ടാവാം, ഒബിസിറ്റി ഉണ്ടാവാം. ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് കൊടുക്കുന്നത് ഫ്രക്ടോസ്, ഹൈ ഫ്രക്ടോസും അതുപോലെ തന്നെ ഇൻസുലിൻ, അതിനുശേഷം ഉണ്ടാവുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസും ആണ്. ഫ്രക്ടോസ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും അതിനൊരു വിശപ്പ് ഇല്ലായ്മ അല്ലെങ്കിൽ സാഷ്യേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുന്നില്ല. സാഷ്യേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഭക്ഷണം കഴിച്ചു, നമ്മുടെ ശരീരത്തിൽ വിശപ്പില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അത് എത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഓവർ ഫീഡിങ്ങിനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കും, കൂടുതൽ ടേസ്റ്റിയാണ് എന്നുള്ളത് കൂടി ഓർക്കണം. അതുകൊണ്ട് തന്നെ ഒബിസിറ്റിയിലുള്ള ചാൻസസ് അവിടെയും ഉണ്ടാവുന്നുണ്ട്. ഫ്രക്ടോസിന്റെ മെറ്റബോളിസത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നതാണ് യൂറിക് ആസിഡ്. അല്ലെങ്കിൽ ഈ യൂറിക് ആസിഡ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും നമ്മുടെ ശരീരത്തിനകത്ത് ഫ്രക്ടോസ് കൊണ്ട് ഉണ്ടാവാം. സോ ഫ്രക്ടോസിന്റെ ആഗിരണം, അതിനുശേഷമുള്ള അതിന്റെ മെറ്റബോളിസം മീൻസ് അതിനെ പലതരത്തിലുള്ള ഉപാപചയ പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോൾ പലതരത്തിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ യൂറിക് ആസിഡിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ശരീരത്തിന് ഉണ്ടാവും. ഓക്കെ, പ്രത്യേകിച്ചും സന്ധികളിലുള്ള വേദനയൊക്കെ അതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് നമുക്ക് കൂട്ടാം. ഓക്കെ, ഇത് മൂന്നും നമുക്ക് ബി പിയിലേക്ക് എത്തിക്കും. സോ ഇത് തന്നെ കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ട് ഇവിടെ ഈ ഒരു പിക്ചറിൽ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് DNL എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് പ്രധാനമായിട്ട് ഫാക്ടറായിട്ട് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി നോവോ ലിപ്പോജെനിസിസ് എന്ന് പറയും. നമ്മുടെ ശരീരത്തിനകത്ത് സാധാരണഗതിയിൽ ലിപ്പിഡ്സിന്റെ അളവ് ഉണ്ടാവുന്നതിന്റെ ഒരു റേറ്റ്, ഫ്രക്ടോസ് നമ്മൾ കഴിക്കുന്ന സമയത്ത് നോർമൽ ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കഴിക്കുന്നതിനേക്കാൾ 5 മടങ്ങാണ് ഇവിടെ ഉണ്ടാവുന്നത്. സോ നോർമൽ ഷുഗറിൽ നിന്ന് അല്ലെങ്കിൽ ഗ്ലൂക്കോസിൽ നിന്ന് ഫ്രക്ടോസിനെ നമ്മൾ വേർതിരിച്ച് കാണേണ്ടതുണ്ട്. ഞാൻ ആദ്യത്തെ സ്ലൈഡിൽ സ്ട്രക്ചറിനെ പറ്റി പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ആ സ്ട്രക്ചറിലുള്ള വ്യത്യാസം ഇത്രമാത്രം നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും. അതുകൂടാതെ നോർമലി ഫ്രക്ടോസ് ഓവർ ഫീഡിങ് ഉള്ള ഒരാൾ, കൂടുതൽ ഫ്രക്ടോസ് കഴിക്കുന്ന ഒരാളിൽ ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ ശരീരത്തിനകത്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് എല്ലാം പലതരത്തിലുള്ള സ്റ്റഡീസിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഇതേ ഫ്രക്ടോസ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് 8 ആഴ്ച കഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അളവ് കൂടുതലായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി പ്രീ ഡയബറ്റിക് സ്റ്റേജിലേക്ക് പോകുന്നുണ്ട്. 2021 അടുത്ത കാലത്തുണ്ടായ ഒരു സ്റ്റഡിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ, പ്രത്യേകിച്ചും കോളൻ ക്യാൻസർ ഉള്ള വ്യക്തികളിൽ ഫ്രക്ടോസിന്റെ യൂസേജ് വളരെ കൂടുതലുണ്ടായിരുന്നു എന്നാണ്. ഓക്കെ, നമ്മുടെ കരളിന് എത്രമാത്രം ഫ്രക്ടോസിനെ എടുക്കാം അല്ലെങ്കിൽ എത്രമാത്രം യൂസ് ചെയ്യും എന്നുള്ളതിന് ഒരു ലിമിറ്റും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രമാത്രം ഫ്രക്ടോസ് കഴിക്കുന്നുണ്ടോ ഇത് ആഗിരണം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ലിവറിലേക്ക് എത്തും. അപ്പൊ ലിവർ അതിനെ സ്റ്റോർ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള, പ്രത്യേകിച്ച് ട്രൈഗ്ലിസറൈഡിന്റെ അളവ് കൂടും. ട്രൈഗ്ലിസറൈഡിന്റെ അളവ് കൂടുമ്പോൾ അതിനെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് VLDLന്റെ അളവ് കൂടും. ശരിക്കും ഇൻസുലിൻ റെസിസ്റ്റൻസിനെ നേരിട്ട് ഫ്രക്ടോസ് കണക്ട് ചെയ്യുന്നില്ല. എന്നാൽ കാരണം ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണായിട്ട് ഫ്രക്ടോസിന് ബന്ധമില്ലല്ലോ. എന്നാൽ GLUT5 എന്ന് പറയുന്ന ഒരു ട്രൈഗ്ലിസറൈഡിന്റെ ട്രാൻസ്പോർട്ടർ ഉണ്ട്. ഈ ട്രാൻസ്പോർട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇൻസുലിന് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് അത് ഫ്രക്ടോസുമായിട്ട് കണക്ട് ആവുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് അങ്ങനെയാണ് വരുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് തൈറോയിഡ് ഹോർമോണിന്റെ അളവിലും അതുപോലെ തന്നെ മറ്റ് PCOS പോലെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് എത്താനുള്ള സാധ്യതകളുണ്ട്. സോ അവിടെയൊന്നും
അത്ര ഡയറക്റ്റ് ഇമ്പാക്ട് ഇല്ലാത്തത് കൊണ്ട് അതൊന്നും ഇവിടെ കാണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു മാസ്റ്റർ ഹോർമോൺ ആണെന്ന് കഴിഞ്ഞ ക്ലാസ്സിലും ഞാൻ സൂചിപ്പിച്ചിരുന്നു. മെറ്റബോളിസം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെറ്റബോളിക് സിൻഡ്രോം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെഷനിൽ അത് ക്ലിയർ ആയിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ നമ്മൾ ഫ്രക്ടോസിന്റെ അളവ് കുറയ്ക്കേണ്ടതുണ്ട്. മറ്റൊന്നാണ് IBS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്നത് നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഫ്രക്ടോസിന്റെ പല സിഗ്നൽസും അല്ലെങ്കിൽ ഫ്രക്ടോസ് ഇൻടോളറൻസിന്റെ പല സിഗ്നൽസും നമ്മുടെ IBS-ഉമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിലേക്കും ഒരു ചാൻസ് ഉണ്ട് എത്താൻ വേണ്ടിയിട്ട്. സോ ഫ്രക്ടോസ് എന്ന് പറയുന്ന ഈ ഒരു കെമിക്കൽ സ്ട്രക്ചർ അത്ര ചില്ലറക്കാരനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ എന്താണ് നമുക്കിവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിവിധി ഉള്ളത്? സാധാരണ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ എല്ലാത്തിലേക്കും പോകുന്നില്ല. ബട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റിയൽ ഫുഡിന് അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള ഭക്ഷണത്തിന്റെ സ്ഥാനം തന്നെ കൊടുക്കുക. പ്രോസസ്ഡ് ഫുഡിന്റെ അളവ്, അൾട്രാ പ്രോസസ്ഡ് ഫുഡിന്റെ അളവ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അല്ലെങ്കിൽ കുറക്കുക. എത്രത്തോളം നമ്മൾ മുഴുവൻ ഫുഡ് കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഹോൾ ഫുഡിലേക്ക് പോകുന്നുണ്ടോ അത് ഫൈബർ കണ്ടന്റിന്റെ അളവ് ശരീരത്തിൽ കൂട്ടുകയും ചെയ്യും. ഈ ഫൈബർ കണ്ടന്റും നമ്മുടെ പ്രോസസ്ഡ് ഫുഡിനെ ദഹിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അതിന്റെ ആ ഒരു എന്താ പറയാ കൺസംഷനുള്ള കൂടുതൽ എടുക്കാനുള്ള നമ്മുടെ ഒരു ആർത്തിയെ ഇല്ലാതാക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്ന അല്ലെങ്കിൽ ഈ ഇത്തരം സാധനങ്ങൾ പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ ഫ്രക്ടോസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്തിനെ പറ്റിയിട്ടാണ്. ഏതൊക്കെ സമയത്താണ് നമ്മൾ പ്രോസസ്ഡ് ഫുഡ് കഴിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സമയമില്ല. സ്റ്റിൽ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡേ ടൈമിൽ 10 to 4 അല്ലെങ്കിൽ ഒരു 9 to 5 വരെയുള്ള സമയത്താണ് നമ്മൾ ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നെങ്കിൽ ഒരു പക്ഷേ അത് ശരീരത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഗ്ലൈക്കോജനിലേക്ക് എത്തിയിട്ട് നമ്മളത് ഉപയോഗിക്കുന്നുണ്ടാവും. അല്ലാത്ത പക്ഷം നമ്മൾ ലേറ്റ് നൈറ്റിലൊക്കെയാണ് കൂടുതൽ ഐസ്ക്രീംസോ കൂടുതൽ ഭക്ഷണങ്ങളോ അത്തരം പേസ്ട്രീസോ കേക്കുകളോ ഒക്കെ കഴിക്കുന്നതെങ്കിൽ അത് ശരീരത്തിൽ സ്റ്റോർ ചെയ്യാനുള്ള സാധ്യതകളാണ് കൂടുതൽ. ഓക്കെ, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ഷുഗറിന്റെ അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ കൂടെ തന്നെ ഫ്രക്ടോസും കൂടി കഴിക്കുമ്പോഴാണ്. സാധാരണഗതിയിൽ ഇവ രണ്ടും 50-50% ഉള്ളപ്പോഴാണ് കൂടുതൽ അബ്സോർപ്ഷൻ നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ഗ്ലൂക്കോസ് ഉള്ള സമയത്ത് ശരീരത്തിൽ ഓൾറെഡി വേണ്ടത്ര ഊർജം തരാൻ ഗ്ലൂക്കോസിന് അവിടെ കഴിയുന്നുണ്ട്. ഫ്രക്ടോസ് തീർച്ചയായിട്ടും സ്റ്റോറേജിലേക്ക് മാത്രമേ പോകുള്ളൂ. അപ്പൊ ലിവറിന് പിന്നെ ഒന്നും ചിന്തിക്കാനില്ല. അതേ സമയത്ത് നമ്മൾ ഫ്രക്ടോസ് സെപ്പറേറ്റ് ആയിട്ടാണ് കഴിക്കുന്നതെങ്കിൽ, ഗ്ലൂക്കോസിന്റെ കൂടെ കമ്പൈൻ ചെയ്യാതെ സെപ്പറേറ്റ് ആയിട്ടാണ് കഴിക്കുന്നതെങ്കിൽ അത് ലിവറിലേക്ക് എത്തിയിട്ട് ഗ്ലൈക്കോജനിലേക്ക് എത്തി ഈ ഗ്ലൈക്കോജനെ കൺവേർട്ട് ചെയ്ത് ഷുഗറിലേക്ക് മാറ്റി ഈ ബ്ലഡ് ഷുഗർ നമ്മൾ ശരീരം യൂസ് ചെയ്യുന്നുണ്ടാവും. അവിടെ സ്റ്റോറേജിനുള്ള ചാൻസസ് കുറയുന്നുണ്ടാവും. ഓക്കെ, സോ ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫ്രക്ടോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒത്തിരി പ്രോബ്ലംസ് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, സോ എന്തൊക്കെയാണ് എന്ന് ഒന്നുകൂടി ഒരുപക്ഷെ നിങ്ങൾ എന്നോട് ഇങ്ങോട്ട് പറയുന്നതാണ് നല്ലത്. എനിവേ, പോയിന്റ് വൈസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന സമയം ശ്രദ്ധിക്കുക. എത്ര മണി മുതൽ എത്ര മണി വരെ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ ഊർജം ഉപയോഗിക്കാൻ സാധ്യതയുള്ള സമയത്ത് ഫ്രക്ടോസ് കഴിച്ചാലും അത്ര തന്നെ ബുദ്ധിമുട്ടില്ല. ഓക്കെ, രണ്ടാമത്തത് ഫ്രക്ടോസ് ആയിട്ട് മാത്രം കഴിക്കുക, അതിന് ഷുഗറുമായിട്ടോ മറ്റു ഭക്ഷണങ്ങളുമായിട്ടോ മിക്സ് ചെയ്യാതെ ഉപയോഗിക്കുക. മൂന്നാമത്തത് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ വെജിറ്റബിൾസോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളോ ഒക്കെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് അത് കൂടുതൽ ഗുണം ചെയ്യുന്നുണ്ടാവും. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഈ ഒരു ലാസ്റ്റ് സ്ലൈഡിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രക്ടോസ് ഫ്രൂട്ട് ഷുഗർ ആണെന്ന് ഞാൻ സൂചിപ്പിച്ചു. എന്ന് വെച്ചാൽ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഒഴിവാക്കണം എന്നല്ല ഇവിടെ അർത്ഥം. നമ്മൾ ഫ്രക്ടോസിനെ അല്ലെങ്കിൽ ഫ്രക്ടോസിന്റെ പല പേരുകളിലുള്ള അത്തരം ഷുഗറിനെ, പ്രത്യേകിച്ചും കമേഴ്ഷ്യലൈസ് ചെയ്തിട്ടുള്ളതിനെ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഓക്കെ, കാരണം പഴങ്ങളിൽ നമ്മൾ മുഴുവനായിട്ട് കഴിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള മൈക്രോ ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നുണ്ട്, ഫൈബർ കിട്ടുന്നുണ്ട്. ഇതേ പഴച്ചാറുകൾ തന്നെ നമ്മളിപ്പോൾ 4 ഓറഞ്ച് കഴിക്കുന്നതിന് നമുക്ക് എത്ര സമയമെടുക്കും, അതേ സമയത്ത് നമുക്ക് 4 ഓറഞ്ചിന്റെ സത്ത് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് സമയം എടുക്കുള്ളൂ. അതിനെ ദഹിപ്പിക്കാൻ വേണ്ട എൻസൈംസ് നമ്മുടെ ശരീരത്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യാനും ഒരുപക്ഷെ സമയം എടുക്കുന്നുണ്ടാവും.
സോ ജ്യൂസ് കുടിക്കുന്നവരിലും IBS റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുന്നുണ്ട്. അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ഇഷ്യൂസ് കൂടും. കാരണം അവർ ജ്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ ദഹനം പൂർണ്ണമായിട്ട് നടക്കാതെ അത് വൻകുടലിലേക്ക് എത്തും. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ഈ ഫ്രക്ടോസിന്റെ വില്ലത്വത്തിലേക്ക് നയിച്ച ചില കാര്യങ്ങൾ. താങ്ക് യു. ബാക്ക് ടു ക്വസ്റ്റ്യൻ. ഇറ്റ്സ് വെരി ക്ലിയർ സാർ. തീർച്ചയായിട്ടും സാറ് അവസാനം പറഞ്ഞതുപോലെ ഫ്രൂട്ട്സിലുള്ളത് ഫ്രക്ടോസാ, അത് കഴിക്കാൻ പാടില്ലേ, എന്തായിരിക്കും എന്നുള്ള ഒരു വലിയൊരു ചോദ്യം ഇങ്ങനെ ഫുൾ ടൈം എൻ്റെ മനസ്സിൽ ഓടുകയായിരുന്നു. പക്ഷെ അതിനകത്ത് വളരെ ക്ലാരിറ്റിയോട് കൂടി ഫ്രക്ടോസ് എന്ന് പറയുന്ന വില്ലൻ കിടക്കുന്നത് ഈ അൾട്രാ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള പ്രോസസ് ഫുഡിന്റെ ഒരു കണ്ടന്റ് പാർട്ടായിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, പിന്നെ ബാക്കി സാറ് പറഞ്ഞ കാര്യങ്ങളോട് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പം ഇതിനകത്ത് ഒരു സംശയം തോന്നുന്നത്, ഈ പറയുന്ന പഴങ്ങളൊക്കെ ഒരു 5 മണിക്ക് അല്ലെങ്കിൽ 6 മണി 7 മണിക്ക് 8 മണിക്കൊക്കെ ശേഷം കഴിച്ചു കഴിയുമ്പോൾ ഈ അമ്ലത്വം എന്ന് പറയുന്ന ആ പ്രോസസ് ഫെർമെന്റേഷന്റെ ഒരു പ്രോബ്ലം കൊണ്ട് IBS ആക്കി മാറാനുള്ള സാധ്യത ഉണ്ട് എന്നാണോ? അത് മാത്രമല്ല, അത് സ്റ്റോർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ദഹിക്കാത്തത് മാത്രമേ ചെറുകുടലിൽ നിന്ന് വൻകുടലിലേക്ക് എത്തുള്ളൂ. അപ്പൊ ദഹനം പൂർണ്ണമായിട്ട് നടന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഗ്യാസ്ട്രിക് ഇഷ്യൂസിലേക്കോ അല്ലെങ്കിൽ ഈ ഫെർമെന്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതിലേക്കോ പോകാം. അതേ സമയത്ത് ദഹിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോറേജിലേക്ക് എനർജി യൂസ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് സ്റ്റോറേജിൽ തന്നെ പോകും. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് വെരി ക്ലിയർ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പറയും. വളരെ ഗഹനമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അല്ല സാർ പറയും. സൗണ്ട് ഇല്ലേ സാറിന്റെ? സൗണ്ട് ഇല്ല. ഡൗട്ട് ചോദിച്ചോ സാറ് സൗണ്ട് വരുന്നില്ല. രാജു സാർ പറയും. അതായത് നമ്മുടെ ഇപ്പൊ ഷുഗർ എന്ന് പറയുന്നത് 50% ഫ്രക്ടോസും 50% സുക്രോസും അല്ലേ സാധാരണ കെയിൻ ഷുഗർ. കെയിൻ ഷുഗർ അപ്പൊ അതിനകത്ത് അതേസമയം ഫ്രൂട്ട്സിനകത്ത് 100% ഫ്രക്ടോസ് ആണ്. ഈ പറയുന്ന സുക്രോസ് ആണോ ഫ്രക്ടോസ് ആണോ കൂടുതൽ ദോഷം ചെയ്തത്? നമ്മളെ പഞ്ചസാരയിട്ട് നമ്മുടെ ഈ പറയുന്ന കോഫിയും മറ്റുള്ള കാര്യങ്ങളെ കുടിച്ചു കഴിഞ്ഞാൽ അത് ഷുഗർ പെട്ടെന്ന് നമ്മൾ ഇതിലേക്ക് പോകും, ബ്ലഡിലേക്ക് പോകും. അതേസമയം ഈ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ അതിനകത്ത് ഇതുണ്ട്, ഫൈബർ ഉണ്ട്, അതിനകത്ത് ഫ്രക്ടോസ് അല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ ഫ്രക്ടോസ് എത്ര പ്രയാസം ചെയ്യുമോ സാറ് പറഞ്ഞു നിന്നിടയ്ക്ക് ക്ലിയർ ആക്കിയാൽ മതി. ഇപ്പം ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഷുഗർ മാത്രം നമ്മുടെ മധുരത്തിന് വേണ്ടി ഷുഗർ മാത്രം ഇടുന്നതിനേക്കാൾ നല്ലതല്ലേ ഫ്രൂട്ട്സ് കഴിക്കുന്നത്? ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് നല്ലത്. കാരണം അതിനകത്തുള്ള ഫൈബറും അതുപോലെ തന്നെ മറ്റു ന്യൂട്രിയൻസും ഒക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണ്. എന്നാൽ നമ്മൾ ഈ ടേബിൾ ഷുഗർ അല്ലെങ്കിൽ സൂക്രോസ് കഴിക്കുന്ന സമയത്ത് അതിനകത്ത് ഫ്രക്ടോസും അതുപോലെ തന്നെ ഗ്ലൂക്കോസും കൂടുതലുള്ളത് കൊണ്ട് ഇതിന് കൂടുതലായിട്ട് അബ്സോർപ്ഷൻ നടക്കുക ചെയ്യാം. എന്നാൽ അത് ആ ഒരു കലോറി നമ്മൾ പെട്ടെന്ന് തന്നെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സ്റ്റോറേജിലേക്ക് പോകും. അവിടെ വേറെ ഒന്നും അതിനെ ഫൈബർ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മുടെ ദഹനത്തിനെ ഒന്ന് സ്ലോ ആക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ അങ്ങനെയും ഫ്രൂട്ട്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതില് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ പൊതുവെ ആൾക്കാരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിനു പകരം ടേബിൾ ഷുഗർ ഇപ്പൊ ഉപയോഗിക്കുന്നത് നിർത്തി ശർക്കരയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഞാനിപ്പോ അത് നിർത്തി ഇപ്പോ കലോറി ലെസ് ഷുഗർ ആണ് ഉപയോഗിക്കുന്നത്. അത് ആക്ച്വലി ഒരു കെമിക്കലാണ്, സോ അത് തീർച്ചയായിട്ടും പാടില്ല. അതല്ലെങ്കിൽ ഞാൻ തേൻ ഉപയോഗിച്ചോട്ടെ, തേൻ, കൽക്കണ്ടം, ഇതൊക്കെ എന്താണ്? അപ്പൊ ഞാൻ ഒരു സ്ലൈഡിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, തേനായാലും കൽക്കണ്ടമായാലും ഇതൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് ഷുഗറിന്റെ അതേ എഫക്റ്റ് തന്നെയാണ് നൽകുന്നത്, അല്ലെങ്കിൽ ഫ്രക്ടോസിന്റെ അതേ എഫക്റ്റ് ആണ് നൽകുന്നത്. ഓൺലി തിങ് അതിന്റെ എത്ര അളവ് നമ്മൾ യൂസ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് അത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും. HFCS പറ്റി, ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ 2% ആണ് പ്രധാനമായിട്ട് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. 55% ഫ്രക്ടോസും 42% ഫ്രക്ടോസും. നമ്മൾ ഈ പറയുന്ന ഹണി എന്ന് പറയുന്നതിൽ 40% ഫ്രക്ടോസാണ്. അപ്പൊ അതും ഒക്കെ ഒരേ ഗണത്തിൽ വരും. ഓൺലി തിങ് നമ്മൾ അത് എത്ര ഡോസ് ഉപയോഗിക്കുന്നു, ഡോസ് മേക്സ് പോയിസൺ. എത്ര ഡോസിൽ നമ്മൾ ഉപയോഗിക്കുന്നു അത് നമ്മൾ കൺട്രോൾ ചെയ്യാം.
Yes, sir. Thank you. സാർ സർ, അപ്പം പറഞ്ഞ ഞാൻ നമ്മള് ഞാൻ ചോദിച്ച ഒരു കാര്യം IBS-ലേക്ക് എത്തുന്നതിനുള്ള അവസരം എന്താണെന്നാണ്. IBS IBS-ന്റെ സിംറ്റംസ് പലതും ഈ ഫ്രക്ടോസ് ഇൻടോളറൻസിന്റെ സിംറ്റംസുമായിട്ട് ലക്ഷണങ്ങളുമായിട്ട് ഒരേപോലെയുള്ളതാണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ IBS ആണോ അല്ല ഫ്രക്ടോസ് ഇൻടോളറൻസ് ആണോ എന്ന് അറിയില്ല. ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ, നമ്മുടെ ശരീരത്തിനകത്ത് പ്രത്യേകിച്ചും സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ, അത് കൂടാതെ അതിനേക്കാൾ എത്രയോ കൂടുതൽ ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ പലതരത്തിലുള്ള ബാക്ടീരിയകളുണ്ട്. ഈ ബാക്ടീരിയകളുടെ കോളനിയിൽ വരുന്ന ഒരു ഇംബാലൻസിന് ഫ്രക്ടോസ് ഒരു കാരണമാവുന്നുണ്ട്. ദഹിക്കപ്പെട്ടില്ലെങ്കിൽ, ദഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ എത്തുന്നില്ല, അതുകൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങളില്ല. ഫ്രക്ടോസ് ഇൻടോളറൻസ് ഉള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇഷ്യൂ വരാം. ഓക്കെ സർ, ഓക്കെ, താങ്ക് യു. ഹലോ സർ, ചോദിക്കട്ടെ? പറയൂ. അപ്പൊ ഈ ഫ്രക്ടോസ് ഫ്രൂട്ട്സിലല്ലേ ഉള്ളത്? അപ്പൊ ഈ ഫ്രൂട്ട്സ് കഴിക്കാതിരുന്ന കുഴപ്പമുണ്ടോ ഡയബറ്റിക്സുകാര്? ഫ്രൂട്ട്സ് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ പലതരത്തിലുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട സോഴ്സ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആണ്. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻസും മിനറൽസും ഒക്കെ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് പ്രധാനമായിട്ട് ഈ രണ്ട് സാധനങ്ങളിൽ. അപ്പോൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതിന് പകരം നമ്മൾ വെജിറ്റബിൾസിന്റെ അളവ് കൂടുതൽ കഴിക്കുക. ചില വെജിറ്റബിളിൽ മാത്രമേ നമുക്ക് ഫ്രക്ടോസ് കാണുന്നുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ. വെജിറ്റബിൾസിന്റെ അളവ് കൂടുതൽ കഴിക്കുക. പഴങ്ങളുടെ അളവ് വളരെ കുറച്ച് മാത്രം ഇൻഡിപെൻഡന്റ് ആയിട്ട് കഴിക്കുകയും ചെയ്യാം. നമ്മൾ പ്രത്യേകിച്ചും മലയാളികളുടെ ഒരു പ്രധാനപ്പെട്ട ഭക്ഷണ രീതി തന്നെ ഒരു പക്ഷെ പുട്ടും പഴവും അല്ലെങ്കിൽ നല്ലൊരു സദ്യ കഴിഞ്ഞിട്ട് ഐസ്ക്രീമും കഴിച്ച് അതിന് മുകളിൽ ഗുലാബ് ജാമുനും കഴിച്ച് പിന്നെ 2 പഴം കൂടി കഴിക്കുന്നതൊക്കെയാണ്. ഇതൊക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതിപ്പോ നമ്മുടെ മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും, അല്ലെ? പഴങ്ങൾ കഴിക്കാത്തത് കൊണ്ട് ബുദ്ധിമുട്ടില്ല, പക്ഷെ പഴങ്ങൾ കഴിക്കാതിരിക്കണം എന്നല്ല ഈ ഒരു സെഷന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ. അല്ലെങ്കിൽ ഞാൻ ഫ്രൂട്ട്സ് ഈസ് ദിസ് ദ വില്ലൻ എന്ന് ചോദിച്ചാൽ ഇവനാണോ വില്ലൻ? ഫ്രൂട്ട്സ് അല്ല വില്ലൻ, ഫ്രക്ടോസ് എന്ന് പറയുന്നതിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നമ്മള് ഫ്രൂട്ട് ജ്യൂസ് കഴിക്കുന്നതിന്റെ കൂടെ പഞ്ചസാര ഇട്ട് കഴിക്കുന്ന സമയത്ത് അത് ഗ്ലൂക്കോസ് ആണ്, അതുകൂടെ ഫ്രക്ടോസ് ആണ്. അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് അത് ആഗിരണം ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് നല്ലതാണ്. അല്ല, ഓക്കെ. അതുപോലെ തന്നെ ഈവനിങ്ങിൽ കഴിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും സ്റ്റോർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതെ. ഷോപ്പിൽ നിന്ന് കഴിക്കുന്ന ഫ്രൂട്ട് ജ്യൂസിനകത്ത് കൂടുതൽ ഷുഗർ ഇട്ടാണ് തരുന്നത്. ഷോപ്പിൽ കൂടുതൽ ഷുഗറാണ് അല്ലേ, ഇട്ടിട്ട് കലക്കിയാണ് തരുന്നത്. അന്നേരം നമുക്ക് ടേസ്റ്റ് തോന്നത്തുള്ളൂ. അങ്ങനെ കുടിക്കാൻ പാടില്ല. ഷോപ്പിൽ നിന്ന് ഒരിക്കലും നമ്മൾ ജ്യൂസ് കുടിക്കാൻ പാടില്ല. സ്വയമായിട്ട് പലതരത്തിലുള്ള ജ്യൂസുകളും ഇൻക്ലൂഡിങ് ലൈം ജ്യൂസ് പോലെയുള്ളതിലൊക്കെ പലപ്പോഴും യൂസ് ചെയ്യുന്നത് ഒരു ലിക്വിഡ് ഒഴിച്ചിട്ടാണ് ഈ ലൈം ജ്യൂസ് ഉണ്ടാക്കുന്നത്. ലൈം ഉണ്ടാവാം, മേ ബി ഒരു ഹാഫ് ലെമൺ കൂടി ഉണ്ടാവാം. പക്ഷെ അത് കൂടാതെ അവരൊരു മധുരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനം ഒരു ജ്യൂസാണ്. ഈ ജ്യൂസ് പലപ്പോഴും ഇത്തരം അഗൈവ് സിറപ്പോ അല്ലെങ്കിൽ ഫ്രക്ടോസോ അടങ്ങിയ സിറപ്പുകളായിരിക്കും. ഇപ്പൊ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് എറണാകുളത്തുള്ള ഒരു 5-സ്റ്റാർ ഹോട്ടലില് ഒരു ഡിന്നറിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ച് അദ്ദേഹം ഓൾറെഡി ഒബിസിറ്റി ഇഷ്യൂ ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഫുഡ് പിക്ചർ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് പിക്ചർ എനിക്ക് അയച്ചു തന്നു. ആൻഡ് ഇറ്റ് വാസ് റിയലി ലുക്കിംഗ് വെരി സൂപ്പർ. നല്ല ഒത്തിരി തരത്തിലുള്ള സലാഡ് ഫോർമേഷൻ ആണ് കൂടുതലും കഴിച്ചത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് കക്ഷി എന്നോട് പറഞ്ഞു സലാഡ് നല്ല ടേസ്റ്റി ആയിരുന്നു, ഒരു ലൈറ്റ് മധുരത്തോട് കൂടിയിട്ടുള്ളത്. ശരിക്കും എനിക്ക് വയറ് നിറയെ സലാഡ് മാത്രം കഴിക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. അതിന്റെ ഇൻഗ്രീഡിയൻസും അല്ലെങ്കിൽ അതിന്റെ എന്താണ് ഭക്ഷണം എന്നുള്ളതിന്റെ പേരുണ്ടാവുമല്ലോ, ഈ പേര് നോക്കിയിട്ട് നമ്മൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് യൂട്യൂബിലൊന്ന് എടുത്തു നോക്കി. അതിനകത്ത് കൂടുതലും യൂസ് ചെയ്യുന്ന ഒരു സാധനം അഗൈവ് സിറപ്പാണ്. അഗൈവ് സിറപ്പില് ഓൾമോസ്റ്റ് 70% മുകളിൽ ഫ്രക്ടോസ് ആണ്. അതുകൊണ്ടാണ് അത് ടേസ്റ്റി ആയിട്ട് തോന്നിയത്.
നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന ഒരുപക്ഷെ ആ 5 സ്റ്റാർ ഹോട്ടലിലത്തെ ഷെഫിന് ഈ ഒരു കാര്യം അറിയണം എന്നില്ല. പലപ്പോഴും നമ്മൾ അറിയാതെയാണ് ആസ് എ കസ്റ്റമർ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും അങ്ങനെയാണ്. പലപ്പോഴും കുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അവർക്കും ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഉണ്ടാവാറില്ല. അത് പല കുക്കിന്റെയും പല പാചകക്കാരുടെയും ശരീരം കണ്ടു കഴിഞ്ഞാലും നമുക്ക് അറിയാമല്ലോ. അല്ല, അവരുടെ തിരിച്ച് മേശയിൽ നിന്ന് തിരിച്ച് ഏറ്റവും കുറയുന്നുണ്ടോ അത് നല്ല ഫുഡാണ് എന്നുള്ള ഒരു കാൽക്കുലേഷൻ ആയിരിക്കും അവർ ഉപയോഗിക്കുന്നത്. ഇതുപോലെ ഫ്രക്ടോസ് ബേസ്ഡ് ആയിട്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും കഴിക്കും. ദാറ്റ്സ് വെരി ടേസ്റ്റി എന്നുള്ള ഒരു കാൽക്കുലേഷനിലായിരിക്കും ഒരു പക്ഷെ അവർ പോകുന്നത്. കൺസെപ്റ്റ് അങ്ങനെ ആവാം. ഓക്കെ, ഇനി ആരും ഫ്രക്ടോസ് കഴിക്കുന്നവരില്ലേ? സാറെ കഴിച്ചിട്ട് അരമണിക്കൂർ നടന്നാല് അതങ്ങ് പോയി കിട്ടുമോ? 1 മണിക്കൂർ കഴിയുമ്പോ? നമ്മളെ ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ വയറിനകത്ത് പൂർണ്ണമായും മെറ്റബോളിസത്ത് എടുക്കാനുള്ള സമയം ഓരോ ഭക്ഷണത്തിനും ഓരോന്നാണെങ്കിലും അത് 4 മുതൽ 72 മണിക്കൂർ വരെ ആകാം. 4 മണിക്കൂർ മുതൽ 72 മണിക്കൂർ വരെ. അപ്പോ നമ്മൾ കഴിച്ച ഭക്ഷണം പൂർണ്ണമായും ദഹിക്കാൻ ഈ അരമണിക്കൂർ പോരാ. നമ്മൾ ഈ അരമണിക്കൂറിൽ ചെയ്യുന്നത് എന്താ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂർ ഒരു 10 മിനിറ്റ് എങ്കിലും നടക്കുന്നത് നല്ലതാണെന്ന് ഒരു പൊതുവെയുള്ള കൺസെപ്റ്റ് ഉണ്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി വിശന്നിരിക്കുകയായിരുന്നു. അപ്പൊ ഈ വിശന്നിരുന്ന സമയത്ത് നമ്മുടെ ഗ്ലൈക്കോജൻ സ്റ്റോർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലൂക്കോഗൺ എന്ന് പറയുന്ന ഹോർമോൺ സഹായിക്കുന്നുണ്ട്. ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അത് എനർജി പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈവൻ ഇഫ് നമ്മളിപ്പോ കഴിച്ചാലും ആ സമയത്തുള്ള ഭക്ഷണം നമ്മുടെ ഒന്ന് ഗ്ലൂക്കോസിലേക്ക് കൺവേർട്ട് ചെയ്ത് ശരീരം ഉപയോഗിക്കും. അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ബാങ്കിൽ നിന്ന് എടുത്ത കുറച്ച് ഗ്ലൂക്കോസ് ഉണ്ടല്ലോ, ഗ്ലൈക്കോജൻ ഉണ്ടല്ലോ, ആ ഗ്ലൈക്കോജനിലേക്ക് മാറ്റാനേ ഉപയോഗിക്കുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. അതേ സമയത്ത് നമ്മൾ പലപ്പോഴും കഴിക്കുന്നത് വിശന്നിട്ടല്ല. വിശന്നതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നതൊക്കെ നല്ലതാണ്. വിശക്കാതെ കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണം ഉണ്ടാവില്ല. വിശപ്പ് എന്ന് പറയുന്നത് സ്റ്റാർവേഷനിലേക്കല്ല, ഞാൻ ആ ഒരു രീതിയിലേക്കല്ല പറയുന്നത്. നമ്മുടെ വിശന്ന് പൊരിഞ്ഞിരിക്കാന്നല്ല, പക്ഷെ നമ്മൾ കഴിക്കുന്നതിന്റെ ഒരു പാറ്റേൺ നമ്മൾ അസസ് ചെയ്തെടുക്കണം. ടൈം ഗ്യാപ്പ് ഉണ്ടാകും അല്ലെ, രണ്ട് ഫുഡുകൾ ടൈം തമ്മിലുള്ള ഗ്യാപ്പ്. ഗ്യാപ്പ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ? ഇത് ഷുഗർ വൈറ്റ് ഷുഗർ അൺഹെൽത്തി ആയതുകൊണ്ട് സാധാരണ ജാഗറിയാണ് ഉപയോഗിക്കാറ്. ഇവിടെ നാട്ടു ശർക്കര എന്ന് പറഞ്ഞിട്ട് കരിമ്പിൽ നിന്ന് അങ്ങനെ അതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതും ഭയങ്കര റിസ്ക് ആണെന്നാ സാർ പറയുന്നല്ലേ. അതുപോലെ തന്നെ കൽക്കണ്ടം ഉപയോഗിക്കാറുണ്ട്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വീടുകളിൽ കുറുക്കുണ്ടാക്കി കൊടുക്കുമ്പോൾ കൽക്കണ്ടമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഹണി ലെമൺ ടീ ആണ് അധികം ഉപയോഗിക്കാറ്. അപ്പൊ എല്ലാത്തിനും എല്ലാം മിനിമൈസ് ചെയ്യണം, എങ്കിൽ മാത്രമാണ് അത് കറക്റ്റ് ആയിട്ട് പോകുള്ളൂ സാർ ഇപ്പം പറയുന്നതല്ലേ. അതെ, തീർച്ചയായിട്ടും. അതെ, സാലഡ് ഉണ്ടാക്കുമ്പോ ഇപ്പൊ വീട്ടില് സാലഡ് ഉണ്ടാക്കുമ്പോഴും അല്ലെ, നമ്മള് പുറത്ത് ഇപ്പൊ ഒരു വീട്ടിൽ പോവുകയാണെങ്കിൽ നമ്മളൊരു ഗസ്റ്റ് ആയിട്ട് വേറൊരു വീട്ടിൽ പോകുമ്പോ അവര് പക്ഷെ സാലഡ് ഉണ്ടാക്കുമ്പോ, തൈര് സാലഡ് ഉണ്ടാക്കുമ്പോ കുറച്ച് പഞ്ചസാര ചേർത്ത് നല്ല ടേസ്റ്റ് ആണല്ലോ എന്ന് പറയുമ്പോഴാണ് അവര് പറയുന്നത് കുറച്ച് ഷുഗർ ആഡ് ചെയ്തിരുന്നോ, അങ്ങനെ ചെയ്താല് ബാലൻസ് ചെയ്യും, തൈരിന്റെ പുളി ബാലൻസ് ചെയ്യും എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ അത് നല്ല ടേസ്റ്റ് ആണ്, ധാരാളം കഴിക്കുകയും ചെയ്യും. അതുപോലെ ചോറും കുറെ അധികം കഴിക്കും. മോരേറി ഉണ്ടാക്കുമ്പോഴും കുറച്ച് ജാഗറി അതിന് ആഡ് ചെയ്യുമ്പം പുളി ബാലൻസ് ചെയ്യും, അതിന് നല്ലൊരു ടേസ്റ്റ് വരാറുണ്ട്. പക്ഷെ അതൊക്കെ നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല എന്നാണ് ഇപ്പം സാറിന്റെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ചിന്തിച്ചിട്ടുകൂടെ ഉണ്ടായിരുന്നില്ല. വൈറ്റ് ഷുഗർ മാത്രമാണ് നമുക്ക് ദോഷമായിട്ടുള്ളൂ. പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ധാരാളം കഴിക്കണം എന്നാണ് എപ്പോഴും പറയാറ്. അതുകൊണ്ട് ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുന്ന സമയത്ത്, പിന്നെ സീസണിലാവുമ്പോൾ ഇപ്പൊ ചക്കയുടെ സീസൺ ആണെങ്കിൽ ചക്കപ്പഴം ധാരാളം കിട്ടും, പപ്പായ കിട്ടും നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ. പിന്നെ പേരയ്ക്ക, മാമ്പഴമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു നിയന്ത്രണമൊന്നുമില്ല, അത് തീരുക എന്നുള്ളതാണ് സാധാരണ. അത്ര ടേസ്റ്റി ആയിരിക്കും അത്. അതുകൊണ്ട് അതൊക്കെ ധാരാളം കഴിക്കാറുണ്ടായിരുന്നു. എല്ലാരും ചേർന്നിരുന്ന് കഴിക്കുമ്പോൾ ധാരാളം കഴിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ഇതൊരു വലിയൊരു തിരിച്ചറിവാണ് സാറ് ഈ ഒരു സെഷനിലൂടെ കിട്ടിയത്. ഏതായാലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഈ തൈരിനകത്തൊക്കെ ഷുഗർ ചേർക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ നമുക്ക് ദോഷം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ചേർക്കുന്നവർ എന്തിനാ ഇത് ചേർക്കുന്നത്? ഒന്ന് ടേസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഫെർമെന്റേഷൻ.
ഈ ഫെർമെന്റേഷൻ ഇപ്പോ ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ ഒരു സുഹൃത്ത് അവര് പുളിപ്പിച്ചുണ്ടാക്കുന്ന ഒരു ഡിഷ് ഉണ്ട്. അതിന്റെ പേര് ചോല ഭട്ടൂരയില് ഭട്ടൂര എന്ന് പറയുന്ന സാധനം അറിയോ? ചോല ഭട്ടൂര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തരത്തിലുള്ള പൂരിയാണ്. പക്ഷെ ഈ പൂരി കുറച്ച് പുളിച്ചിട്ട് അല്ലെങ്കിൽ ഫെർമെന്റ് ആയതിനു ശേഷമാണ് അത് ശരിയായി വരിക. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു സുഹൃത്ത് ഉപയോഗിക്കുന്നത് സോഡയാണ്. കാരണം ഈ സോഡയ്ക്കകത്തുള്ള ഫ്രക്ടോസ് ഈ മാവിനെ, ഗോതമ്പും മൈദയും കൂടിയിട്ടാണത്. അപ്പൊ ആ മാവിനെ പെട്ടെന്ന് തന്നെ ഫെർമെന്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ നോർമലി നമ്മൾ കാരം അല്ലെങ്കിൽ ഇത്തരം അപകാരം പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 3 മുതൽ 4 മണിക്കൂർ വരെ ഫെർമെന്റ് ചെയ്യാൻ എടുക്കുന്നുണ്ടെങ്കിൽ ഈ സോഡ ഉപയോഗിക്കുമ്പോൾ അത് മേ ബി ഒരു ഹാഫ് ആൻ അവർ ടു 1 അവറിൽ അത് ആ ഫെർമെന്റേഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വേണ്ട രീതിയിൽ അതിനെ കുഴച്ചെടുത്ത് ഭട്ടൂര ഉണ്ടാക്കാൻ പറ്റും. അവിടെ ഈസ്റ്റിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഒരു പക്ഷേ ഇതിനെ നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് പല രീതിയിലുള്ള സാധനങ്ങൾ കിട്ടുകയല്ലേ ചെയ്യുന്നത്. ബട്ട് അത് ശരീരത്തിനകത്ത് പലതരത്തിൽ ദോഷം ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. അത് ഗുണമല്ല എന്ന് പറയുന്നതിന് പകരം ഒരു പക്ഷെ ഇതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള വാക്ക്. ഇന്നത്തെ കുട്ടികളിൽ പ്രത്യേകിച്ച് 12 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ശരീരത്തിലെ ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ അതിൽ വളരെ ആപൽക്കരമായ റിപ്പോർട്ടുകളാണുള്ളത്. ഒത്തിരി കുട്ടികളിലാണ് ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നിട്ട് പ്രീ ഡയബറ്റിക് സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അവരെ കാണുമ്പോഴും അവരുടെ ശാരീരിക പ്രകൃതത്തിലും ബോഡി ഫിസിയോളജിയിലും ഒക്കെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഭട്ടൂര ഉണ്ടാക്കാൻ ഈസ്റ്റ് ഉപയോഗിച്ചോണ്ട് കുഴപ്പമില്ല. ഈസ്റ്റ് അതിനെ നാച്ചുറലി ഫെർമെന്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നമ്മൾ നേരത്തെ തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാലിൽ മോരൊഴിച്ച് വയ്ക്കുന്നില്ലേ? അതൊരു നാച്ചുറൽ ഫെർമെന്റേഷൻ മെത്തേഡാണ്. അതെ അതെ, ഒഴിക്കുക. പിന്നെ ഈ സോഡ എന്ന് പറയുന്നത് എന്താ? സോഡയ്ക്കകത്ത് ഫ്രക്ടോസ് ഉണ്ട്. സോഡയ്ക്കകത്ത് ഫ്രക്ടോസ് ഉണ്ടോ? അതെ, ഫ്രക്ടോസ് ഇല്ല. അതൊരു കെമിക്കലാണ്, സോഡിയം ബൈകാർബണേറ്റ്. അത് ദോഷം ചെയ്യൂല്ലേ? അല്ല, അതിന്റെ സെഷൻ ഞാൻ വേണമെങ്കിൽ പിന്നെ അതൊരു ടോട്ടലി സെപ്പറേറ്റ് ആയിട്ടുള്ള ഇതല്ലേ. കാരം എന്ന് പറയുന്നല്ലേ, അപ്പക്കാരം. അതെ അതെ, അത് ദോഷമല്ല. എന്തും ഏറ്റവും പ്രധാനമായിട്ട് ആ 525 വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞ ഒരു ഡയലോഗ് തന്നെയാണ് ഞാൻ പറയാ, ഡോസ് മേക്സ് പോയ്സൺ. അപ്പൊ എത്ര കൂടിയ അളവിൽ നമ്മൾ കഴിക്കുന്നു, എത്ര സ്ഥിരമായിട്ട് കഴിക്കുന്നു, കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ, ഇറ്റ്സ് വെരി പ്രോബ്ലം. ഈവൻ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാലും എല്ലാ ദിവസവും ഭട്ടൂര കഴിക്കുന്ന ആൾക്കാരല്ല. അവിടെ നോർമലി പൂരിയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ ഒക്കെ തന്നെയാണ്. ഭട്ടൂര വല്ലപ്പോഴും ഒക്കെ ഒരു ടേസ്റ്റ് ചേഞ്ചിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ ആ ടേസ്റ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പോലും ഒരു തെറ്റായ രീതിയാണെങ്കിൽ അത് ഒഴിവാക്കാം. നമ്മുടെ ഹാബിറ്റ് തന്നെയാണ് നമ്മുടെ ഏറ്റവും നല്ല ഗുണകരമായ ഒരു രീതി. ഭട്ടൂരയുടെ കൂടെ കടല കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഭട്ടൂരയുടെ കൂടെ കൂടുതൽ കടലയാണ് കഴിക്കുന്നത്. അപ്പം നല്ല കോമ്പിനേഷനാണ്. ഏതിന്റെ കൂടെ? ഭട്ടൂരയുടെ കൂടെ സാധാരണ കടലയാ കോമ്പിനേഷൻ. കടല എന്ന് പറയുന്നത് പ്രോട്ടീൻ ആണ് സാറേ. ഒരു ടൈമിലത്തെ മീൽ എടുത്തു കഴിഞ്ഞാൽ, ഈ മീലിനകത്ത് ഒരു ഭക്ഷണം എടുത്തു കഴിഞ്ഞാൽ, ഉച്ചയ്ക്കോ രാവിലെയോ രാത്രി ഏതോ ആയിക്കോട്ടെ, അതിനകത്ത് നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട സാധനങ്ങൾ: ഒന്ന് പ്രോട്ടീൻ, രണ്ടാമത്തത് ഫാറ്റ്, മൂന്നാമത്തത് ഫൈബർ കണ്ടന്റ്, നാലാമത്തത് കാർബോഹൈഡ്രേറ്റ്. ഇതിൻ്റെ ഒന്നിച്ച് മൈക്രോ വിറ്റമിൻസും മിനറൽസും ഒക്കെ വരുന്നുണ്ടാവും. സോ ഈ ഒരു 4 സാധനങ്ങളും ഇതിനകത്ത് ഉണ്ടോ എന്നുള്ളത് നമ്മൾ കൺഫേം ആക്കിയാൽ മതി. അപ്പൊ ഇതിനകത്ത് ഇപ്പം സാർ എന്നോട് ചോദിച്ച പൂരിയും അല്ലെങ്കിൽ ഭട്ടൂരയും കടലയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കടല എന്ന് പറയുന്നത് പൊതുവെ പ്രോട്ടീനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ്. സോ അവിടെ നമുക്ക് ഗുണം ചെയ്യും.
ഇപ്പൊ എല്ലാവരും ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയാ റെസിപ്പി എടുക്കുന്നത്. അപ്പൊ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഞങ്ങളൊരു അരമണിക്കൂർ മുമ്പാണ് അവിടെ എത്തൂന്ന് പറഞ്ഞത്. പക്ഷെ അവിടെ ചെന്നപ്പോ അപ്പത്തിന്റെ മാവ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് തന്നെ മുമ്പൊക്കെ ആണെങ്കിൽ തലേദിവസമാണ് അപ്പത്തിന്റെ മാവ് തയ്യാറാക്കി വെക്കുക, പിറ്റേ ദിവസം എടുത്ത് ഉണ്ടാക്കുകയാണ് ചെയ്യുക. പക്ഷെ ഇത് ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് അപ്പത്തിന്റെ മാവ് റെഡിയായി, ഫുഡ് റെഡി ആയിരുന്നു ചെന്നപ്പോ. അപ്പൊ എല്ലാം ഒരു ഫുഡ് സിസ്റ്റം, വീട്ടിലത്തെ ഫുഡ് സിസ്റ്റം ആ രീതികളെല്ലാം മാറി, മുമ്പത്തേക്കാളും ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള അറിവുകളുടെ ഒരു അഭാവം തന്നെ ആയിരിക്കും അതിന് കാരണം എന്ന് തോന്നുന്നു സാർ. എന്തായാലും നമ്മള് എഡ്യൂക്കേറ്റഡ് ആണെന്ന് മാത്രമേ പറയുന്നുള്ളൂ, വിദ്യാസമ്പന്നരാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ഈ എഡ്യൂക്കേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കല്ല ഉപയോഗിക്കുന്നത്. നമ്മൾ ആക്ച്വലി ലിറ്ററേറ്റ് ആണ്. നമ്മള് അക്ഷരാഭ്യാസമുണ്ട്. അക്ഷരാഭ്യാസവും വിദ്യാഭ്യാസവും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. വിദ്യ എന്ന് പറയുന്നത് നമ്മൾ എന്തിനും വിദ്യ എന്ന് പറയും അല്ലെ, അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് യൂസ്ഫുൾ ആവുന്നത്, എഡ്യൂക്കേഷൻ ആവുന്നത്. നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലിറ്ററേറ്റാ, എല്ലാം മനസ്സിലാവും, എന്താണ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഭാഷ എല്ലാം മനസ്സിലാക്കി നമ്മൾ പിന്നെ നമ്മുടേതായിട്ട് പുതിയ ഒന്നും ഉണ്ടാക്കി ചെയ്യും. പക്ഷെ ഇത് നല്ലതാണോ, അറിവും തിരിച്ചറിവെന്നും വേണമെങ്കിൽ പറയാം. നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നമ്മൾ ഒരു പക്ഷെ അത്ര തന്നെ അതിന്റെ ഡെപ്തിൽ പോയിട്ട് ചിന്തിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കുന്നുമില്ല. ഇവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടേത് വരെ വലിയ കുഴപ്പമൊന്നുമില്ല, ഇനി വരുന്ന ജനറേഷന് ഇതൊന്നും അറിയേയില്ല, ശരിയായ രീതികൾ. അപ്പൊ നമ്മളൊന്ന് മാറി തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഭയങ്കര ഉപകാരപ്രദമാണ്, ഇൻഫർമേറ്റീവും ആണ്. ഇത് എല്ലാവരിലേക്കും എത്തണം, അവർ മനസ്സിലാക്കി മാറ്റങ്ങൾക്ക് തയ്യാറാവണം. മാഡം കൂടുതൽ മാഡം എന്നല്ല, എല്ലാവരും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക. കാരണം ഞാൻ തീർച്ചയായും ഇങ്ങനെയുള്ള സെഷൻസ് എടുക്കുമ്പോൾ ഞാൻ എൻ്റെ ശരിയായ സയൻസുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ശരിയായ നോളജ് വളരെ ആപ്റ്റ് ആവുന്ന രീതിയിൽ, ഒരുപക്ഷെ ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവില്ല, കറക്റ്റാണ്, ദാറ്റ്സ് ഓക്കെ. ബട്ട് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടോ ആ കാര്യങ്ങൾ ഏറ്റവും മാക്സിമം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതേ ശ്രമം നിങ്ങളും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. മാറുക, നമ്മൾ പേഴ്സണലി മാറുക. ട്രാൻസ്ഫോമർ 90 എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം തന്നെ നമ്മളിപ്പോ ഒരു വെൽനസ് കമ്മ്യൂണിറ്റി ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. 90 ഡേയ്സിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത്തരം ട്രാൻസ്ഫോർമേഷനിലേക്ക് ആർക്കും വരാം, ഒരു ഇതും ഇല്ല, എൻട്രി ഫീയും അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല, റെസ്ട്രിക്ഷനും ഇല്ല. ബട്ട് എന്തിനു വേണ്ടിയിട്ട് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാലേ ഈ 90 ഡേയ്സ് നിങ്ങൾ ആ ഒരു ട്രാൻസ്ഫോർമേഷനിൽ നിൽക്കും. ആൻഡ് ദാറ്റ് ഈസ് റിക്വയർഡ്. അത്രയെങ്കിലും നമുക്ക് പേഴ്സണലി ഒരു സ്ട്രെങ്ത് വേണം. അങ്ങനെ ഒരു മിനിമം കാര്യങ്ങളെ നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം കൊണ്ടുവരുമ്പോഴേ, ഈ ഫ്രക്ടോസിനെ പറ്റി പറയുമ്പോഴും ഒക്കെ നമ്മൾ അത് മാത്രമേ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ ഫ്രം യുവർ സൈഡ്. തീർച്ചയായിട്ടും അത് ഈ ട്രഡീഷണൽ നോളജിൽ നിന്ന് ഫാസ്റ്റ് നോളജിലേക്ക് ഒരു സ്വിച്ച് ഓവർ ഉണ്ടായിപ്പോയി. അത് തിരിച്ചു വരിക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണ്. തിരിച്ചറിവ്, വേറെ പറഞ്ഞ പോലെ അക്ഷരാഭ്യാസവും വിദ്യാഭ്യാസവും ഒക്കെ വ്യത്യാസമാണ് എന്നൊക്കെ മനസ്സിലാക്കേണ്ട കാലം കഴിഞ്ഞു. ഇന്നത്തെ ഫാസ്റ്റ് ലൈഫിന്റെ ഒരു പ്രത്യേകത കൂടിയാണ്. ഈ നമ്മൾ കുറെ ആൾക്കാരെങ്കിലും ഇത് നിലനിർത്തുമെന്ന് വിചാരിക്കും. അടുത്ത ജനറേഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് ചിന്തിക്കാനേ പറ്റുന്നില്ല. കാരണം ആരും തന്നെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല, ഇങ്ങനെയുള്ള റെസിപ്പികളില്ല, പഴയ നാടൻ ഫുഡുകളില്ല. എല്ലാവരും എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. അവരൊക്കെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടൊക്കെ പറയും. പക്ഷെ ഫിസിക്ക് കണ്ടു കഴിഞ്ഞാൽ എല്ലാം പ്രശ്നമാണെന്ന് മനസ്സിലാവുകയും ചെയ്യും. എല്ലാം ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് അക്യുമുലേറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. എല്ലാത്തിലും ഒരു അബ്നോർമാലിറ്റി. എന്നിട്ട് അവർക്ക്, എന്നാൽ അവർ ഈ പറയുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുമുണ്ട്, ജിമ്മിലും പോവും, എല്ലാ കാര്യങ്ങളും ഒക്കെ ഓക്കെയാണ്. പക്ഷെ പലപ്പോഴും റിസൾട്ട് വരുമ്പോൾ നെഗറ്റീവായിട്ട് പോകും. പിന്നെ എന്ത് പ്രശ്നം വന്നാലും നേരെ ഇന്റർനെറ്റിൽ പോയി അതിൻ്റെ കോസസ് ഒക്കെ കണ്ടുപിടിക്കും. അതൊക്കെ പിന്നെ ഭയങ്കര ടെൻഷനിലേക്ക് പോകും. അങ്ങനെ ഒരു പ്രത്യേക ലൈഫാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിവേ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു. ബൈ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.